ഇത് വലിയൊരു ചതിയാണ്. ഡാറ്റ മോഷ്ടിച്ചു. ഇപ്പം നാളെ ഈ ഡാറ്റ വേറെ ആൾ കൊണ്ടുപോയെങ്കിലോ? ആർക്കാ ഉറപ്പുള്ളത്? എന്തുറപ്പുള്ളത് നമുക്ക് ഈ ഡാറ്റ പോയിട്ടില്ല എന്ന്? നാളെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാ കിട്ടിയെങ്കിലോ, CPM കിട്ടിയെങ്കിലോ എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ വേറെ BJPക്കാ കിട്ടിയെങ്കിലോ, അല്ലെങ്കിൽ കോൺഗ്രസിനെ കിട്ടിയെങ്കിലോ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഡാറ്റ കൊടുക്കാൻ പാടില്ല. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഒരു കത്ത് പുറത്തുവിട്ടിട്ടുണ്ട്. കത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി എന്തോ സാംബശിവറാവു, അങ്ങനെ ഒരു മനുഷ്യൻ സ്പാർക്കിന് അയച്ചൊരു കത്താണ്. എന്താ സ്പാർക്കിന് അയച്ചേക്കണേ? കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർക്ക്, പെൻഷൻ കിട്ടുന്നവർക്ക്, അതുപോലെയുള്ള ആളുകൾക്കൊക്കെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രത്യേക സന്ദേശം വരുന്നു, വാട്സപ്പ് സന്ദേശം. ആ സന്ദേശത്തിൽ ഞങ്ങളിങ്ങനെ കുറച്ച് വൈകിട്ടുണ്ടെങ്കിലും ഞങ്ങൾ എല്ലാ കാര്യം നന്നായി ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ പെൻഷൻ കൂട്ടിയിട്ടുണ്ട്, ഇപ്പോൾ പെൻഷൻ കൂട്ടി തരുന്നുണ്ട്, അതുപോലെ ഉദ്യോഗസ്ഥന്മാർക്ക് പോയ ലിസ്റ്റിൽ നിങ്ങളുടെ DA ഞങ്ങൾ കുറേ കാലം പിടിച്ചു വെച്ചു, അതും കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾ ഏപ്രിലാണ് DA തരും. ഏപ്രിലിൽ ഇത് പറയാൻ പറ്റില്ല, DA തരുന്ന ഇപ്പോൾ പറയാൻ പറ്റില്ല. ഏപ്രിലിൽ പറഞ്ഞാൽ കിട്ടുമോ? ഏപ്രിലിൽ അത് പറയാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ഞങ്ങളിപ്പോൾ അത് ചെയ്തിരിക്കുന്നു, ഇത് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ മെസ്സേജ് വരും. ഈ മെസ്സേജ് എങ്ങനെയാണ് ഞങ്ങൾക്ക് വന്നത് എന്ന് പലർക്കും അത്ഭുതമായി. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഈ മെസ്സേജ് കൺസോളിഡേറ്റഡ് ആയ ഒരു ലിസ്റ്റിൽ നിന്നാണ് വന്നിട്ടുള്ളത്, ഒരു ഡാറ്റാബേസിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ആരുടെയിലാണ് അങ്ങനെ ഒരു ഡാറ്റാബേസ് ഉള്ളത്? ഈ വിവരങ്ങളിൽ പ്രത്യേകതയുള്ള ഒരു കാര്യമുണ്ട്. ഒരാളുടെ ജോലി, അയാളുടെ ഡിപ്പാർട്ട്മെൻറ്റ്, ശമ്പളം, അയാൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ, അയാളുടെ വാർഡ്, താലൂക്ക്, ജില്ല, മണ്ഡലം, തദ്ദേശ ഭരണ സ്ഥാപനം, ഇതെല്ലാം അതിലുണ്ട്. ഈ ഡീറ്റെയിൽ എങ്ങനെയാണ് മുഖ്യമന്ത്രി ഒറ്റയടിക്ക് മുഖ്യമന്ത്രിക്ക് ഇത്രയും ഡീറ്റെയിൽ കിട്ടുന്നത്? ഈ ചോദ്യം ഇത് കിട്ടിയ പലരും അന്വേഷിച്ചു. ഹൈക്കോടതി ജഡ്ജിക്ക് വരെ കിട്ടിയിട്ടുണ്ടെന്നാണ് നമ്മൾ കേൾക്കണേ. അപ്പോൾ ഇത് കിട്ടിയവരെ അന്വേഷിച്ചു, ഇതെങ്ങനെയാണ് ഈ സാധനം വന്നത്, എവിടെ നിന്നാണ് മുഖ്യമന്ത്രിക്ക് വിവരം കിട്ടിയത്? ഇന്ന് നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ട ഉൽപ്പന്നം എന്താ? ഡാറ്റയാണ്. ഇപ്പോൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ, കേരളത്തിലെ ജാതി തിരിച്ച്, മതം തിരിച്ച്, രാഷ്ട്രീയം തിരിച്ചുള്ള ലിസ്റ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? അവരുടെ വരുമാനം തിരിച്ച് ലിസ്റ്റ് കിട്ടുകയാണെങ്കിൽ. അപ്പം ഇത് സ്പാർക്ക് എന്ന് പറയുന്ന കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ, സർക്കാർ ശമ്പളം പറ്റുന്നവരുടെ സേവന വേതന വ്യവസ്ഥകൾ സംബന്ധിച്ച ഡാറ്റയാണിത്. അതിലാണ് അവരുടെ ഫോൺ നമ്പർ ഉള്ളത്, അതിലാണ് അവരുടെ വാർഡുള്ളത്, ഇതുള്ളത്, എല്ലാം ഉള്ളത്. ഈ ഇൻഫർമേഷൻ അവർ കൊടുത്തിട്ടുണ്ട്. എന്തിനാ? അത് ശമ്പളവുമായി ബന്ധപ്പെട്ട അവരുടെ സർവീസ് സേവന വേതന വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ടുള്ള ക്ലാരിഫിക്കേഷന് വേണ്ടി, അതിനുവേണ്ടി മാത്രമാണ്. ഇവർക്ക് എന്തിനാ അയക്കാൻ പറ്റുക? നിങ്ങളുടെ DA ഇന്ന രീതിയിൽ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസിൽ ഇന്ന പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് ഇന്ന ബ്രേക്ക് ഉണ്ട്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയാം, അതിനെ ക്ലാരിഫൈ ചെയ്യാം. പക്ഷേ ഇവിടെ അതല്ല ചെയ്തത്. ഈ ഡാറ്റ മുഴുവൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്. മുഖ്യമന്ത്രി അയക്കണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നല്ലാണ്ട് അയക്കില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇങ്ങനെ മെസ്സേജ് പോവുകയാണ്. മുഖ്യമന്ത്രിക്ക് എങ്ങനെ ഈ ഡാറ്റ കിട്ടി എന്ന് അന്വേഷണം വന്നു. അപ്പോൾ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ കയ്യിൽ അതുണ്ട്, ഇങ്ങനെയുണ്ട്. ഇപ്പോൾ കോടതിയിൽ കേസ് വന്നു. കോടതി അതിനിശ്ചിതമായി വിമർശിച്ചു, പല കാരണം കൊണ്ട് വിമർശിച്ചു. ഒന്നാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരാളുടെ പേഴ്സണൽ ഡാറ്റ എന്ന് പറയുന്നത് അത്യപൂർവമായി മാത്രമേ അത് ഷെയർ ചെയ്യാൻ പാടില്ല, അയാളുടെ സമ്മതമില്ലാതെ ഷെയർ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ സർക്കാർ വകുപ്പുകൾക്ക് അല്ലെങ്കിൽ ഇത് സ്പാർക്കിന് ഞാൻ കൊടുക്കുമ്പോൾ അത് എൻ്റെ ശമ്പളവും എൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന സമ്മതപത്രമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് തെരഞ്ഞെടുപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഡാറ്റ ഉപയോഗിക്കാം എന്ന് ഞാൻ കൊടുത്തിട്ടില്ല. അങ്ങനെ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല, അങ്ങനെ മേടിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ മുഖ്യമന്ത്രിക്ക് ഈ ഡാറ്റ വന്നത് സ്പാർക്കിൽ നിന്നാണ് എന്ന് വ്യക്തമായി. പിന്നെ ഇത്രയും കൺസോളിഡേറ്റ് ആയ ഡാറ്റ സ്പാർക്കിൽ നിന്നാണ്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഒരു കത്ത് പുറത്തുവിട്ടിട്ടുണ്ട്. കത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി എന്തോ സാംബശിവറാവു, അങ്ങനെ ഒരു മനുഷ്യൻ സ്പാർക്കിന് അയച്ചൊരു കത്താണ്. എന്താ സ്പാർക്കിന് അയച്ചേക്കണേ? നിങ്ങളുടെ കയ്യിലുള്ള ഇത്തരം വിവരങ്ങൾ മുഴുവൻ ഞങ്ങൾക്ക് കൈമാറണം. അത് മറ്റു കാര്യങ്ങൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് കഥ പറഞ്ഞിട്ടാണ്. അങ്ങനെ ആവശ്യപ്പെട്ട് കൈമാറിയ ഡാറ്റ വെച്ചിട്ടാണ് മുഖ്യമന്ത്രി ഇത് ചെയ്തത്. അപ്പോൾ വ്യക്തിഗതമായ ഡാറ്റ വളരെ പ്രധാനമാണ് എന്ന് ആധാർ കേസിലടക്കം, ഇതിനെ സ്പ്രിംഗ്ലർ കേസിലടക്കം, സ്പ്രിംഗ്ലർ കേസിൽ ഞാൻ കക്ഷി ചേർന്നിട്ടുള്ള ആളാണ്. അന്ന് ഹെൽത്ത് ഡാറ്റ അതായിരുന്നു പ്രശ്നം. ഹെൽത്ത് ഡാറ്റ വളരെ പ്രധാനപ്പെട്ട ഡാറ്റയാണ്. ഹെൽത്ത് ഡാറ്റ, ഒരാളുടെ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട്, മറ്റേ ഡീറ്റെയിൽ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് എന്തൊക്കെ രോഗമുണ്ട്, എന്തൊക്കെ രോഗമില്ല, ആർക്കൊക്കെ ഷുഗർ ഉണ്ട്, ആർക്കൊക്കെ ഇതൊക്കെ ഡാറ്റയൊക്കെ വന്നാൽ മരുന്ന് കമ്പനിക്കാർക്ക്, വലിയ കോർപ്പറേറ്റ് ആശുപത്രികൾക്ക് അത് വളരെ പ്രധാനമാണ്. ആ ഡാറ്റ കൈമാറരുത് എന്നാണ് ഞങ്ങളൊക്കെ ആവശ്യപ്പെട്ടത്. അവസാനം സ്പ്രിംഗ്ലർ കേസ് ഇല്ലാണ്ടായി, കാരണം സ്പ്രിംഗ്ലർ ഇല്ലാണ്ടായി.
സ്പ്രിംഗ്ലർ ഇട്ടിട്ട് എറിഞ്ഞിട്ട് ഓടി. കാരണം എന്താ വെച്ചാൽ ഇത് ഈ ഡാറ്റ കൈമാറാനായിരുന്നു അവർ വന്നത്, അല്ലാതെ അവർ രാജ്യം നന്നാക്കാൻ വന്നതല്ല. അവർ പോയി സ്പ്രിംഗ്ലറിൻ്റെ ഡാറ്റ വന്ന ആ കേസിൽ വളരെ കൃത്യമായി പറഞ്ഞു, ഉടമസ്ഥൻ്റെ സമ്മതമില്ലാതെ ഒരു ഡാറ്റയും ആർക്കും ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നിയമ സംഗതികളിൽ അത് വരുന്നുണ്ട്, ഒക്കെ വരുന്നുണ്ട്. ഇത് സുപ്രീം കോടതി വിധിയുണ്ട്. ഇപ്പോൾ ചിലർ പറഞ്ഞു ഇതിന് ചട്ടം വന്നല്ലേ. ചട്ടം എന്തിനാ പറഞ്ഞത്? സുപ്രീം കോടതി വിധി ലോ ഓഫ് ദ ലാൻഡാണ്, ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡാറ്റയുടെ അവകാശം. അപ്പോൾ അതെല്ലാം ലംഘിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന് വേണ്ടി ഈ ഡാറ്റ വാങ്ങുകയും സർക്കാർ ചെലവിൽ മുഖ്യമന്ത്രി എല്ലാവർക്കും സന്ദേശം അയക്കുകയും ചെയ്യും. ഇത് തന്നെയാണ് മോഡിയും ചെയ്തിരുന്നത്. പ്രധാനമന്ത്രി മോഡിയും ചെയ്തിരുന്ന പണി തന്നെയാണ്. നമുക്ക് രാവിലെ ഒരു മെസ്സേജ് വരും, പ്രധാനമന്ത്രി ബോഡി ബോൾ ഹവും എന്നൊക്കെ പറഞ്ഞിട്ട്, ഞാൻ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന്. അപ്പോൾ ഇത് വലിയൊരു ചതിയാണ്. ഡാറ്റ മോഷ്ടിച്ചു. ഇപ്പം നാളെ ഈ ഡാറ്റ വേറെ ആൾ കൊണ്ടുപോയെങ്കിലോ ആർക്കാ ഉറപ്പുള്ളത്? എന്തുറപ്പുള്ളേ നമുക്ക് ഈ ഡാറ്റ പോയിട്ടില്ല എന്ന്? നാളെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാണ് കിട്ടിയെങ്കിലോ, CPM കിട്ടിയെങ്കിലോ എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ വേറെ BJPക്കാണ് കിട്ടിയെങ്കിലോ, അല്ലെങ്കിൽ കോൺഗ്രസിനെ കിട്ടിയെങ്കിലോ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഡാറ്റ കൊടുക്കാൻ പാടില്ല. ആ ഡാറ്റ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗുരുതരമാണ്. മാത്രമല്ല, ഇപ്പം മൊബൈൽ ഫോണിൻ്റെ അറിവ്, മൊബൈൽ ഫോണും ആധാർ കാർഡുമായിട്ട് ലിങ്ക്ഡാണ്, മൊബൈൽ ഫോണും പാൻ കാർഡുമായിട്ട് ലിങ്ക്ഡാണ്, മൊബൈൽ ഫോണും ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക്ഡാണ് അല്ലേ? അപ്പോൾ അത് ഉപയോഗിച്ചാൽ ആരെങ്കിലും ഇതുപോലെ തട്ടിപ്പ് നടത്തിയാൽ നാളെ ആര് ഉത്തരവാദിത്വം പറയും? ഗവൺമെൻറ് ഉത്തരവാദിത്വം പറയും. ഒരാളുടെ ശമ്പളം നമുക്കറിയാം, ഏതാണ്ട് അയാളുടെ ബാങ്ക് ബാലൻസ് അറിയാം, അങ്ങനെയൊക്കെ വെച്ചിട്ട് കളിച്ചൂടെ? ആർക്കാ പറ്റാത്തത്? ഇന്നത്തെ കാലത്ത് എന്താ സംഭവിക്കാൻ പറ്റാത്തത്? അതുകൊണ്ട് സർക്കാർ പണം ഉപയോഗിച്ച് സർക്കാർ ഡാറ്റ കൊള്ള നടത്തി സർക്കാർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ 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 മോശപ്പെട്ട ഒരവസ്ഥയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അത് ഹൈക്കോടതി തൽക്കാലം തടഞ്ഞിരിക്കുകയാണ്. ഇനി അതിൻ്റെ കേസ് എന്താവും നമുക്കറിയില്ല.